അപ്പോൾ നമ്മൾ സ്പാനിങ് ട്രീനെ കുറിച്ച് പഠിച്ചല്ലേ. ഇനി അതിൻ്റെ ഒരു തിയറം ഉണ്ട്. എന്താ തിയറം പറയുന്നത്? എവറി കണക്റ്റഡ് ഗ്രാഫ് ജി ഹാസ് അറ്റ്ലീസ്റ്റ് വൺ സ്പാനിങ് ട്രീ എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് പ്രൂഫിലോട്ട് പോകാം അല്ലേ. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ടേം എന്ന് പറയുന്നത് കണക്റ്റഡ് ഗ്രാഫ് അല്ലേ. അപ്പോൾ കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ട്രീ ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്, സ്പാനിങ് ട്രീ അല്ലേ. അപ്പോൾ ട്രീയുടെ കണ്ടീഷൻ എന്തായിരിക്കും? ട്രീ എന്ന് പറയുന്നത് ഒന്നാമത് കണക്റ്റഡ് ആയിരിക്കും അല്ലേ. ട്രീ എന്താണ്? കണക്റ്റഡ് ആണ്. അതേപോലെ എന്താണ്? ട്രീയിൽ നോ സൈക്കിൾസ് അല്ലേ. ഏതാണ് നമുക്ക് ട്രീനെ കുറിച്ച് അറിയാവുന്ന രണ്ട് കാര്യങ്ങൾ. അപ്പം നമ്മളിവിടെ കണക്റ്റഡ് ആണ് എന്നൊരു കണ്ടീഷനുണ്ട്. അപ്പം കണക്റ്റഡ് ആവുക എന്ന് പറയുമ്പം ഇവിടെ രണ്ട് കേസാണ് വരുന്നത്. എന്താണ്? ഒന്നെങ്കിൽ ഇപ്പം നോ സൈക്കിൾസ് ഒന്നും ഇല്ല എങ്കിൽ അതൊരു ട്രീ ആയിരിക്കും അല്ലേ. ഇപ്പോൾ കണക്റ്റഡ് ആണ്, അതിൽ സൈക്കിൾസ് ഉണ്ടെങ്കിലോ ആ സൈക്കിൾസിനെ ഞാൻ റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തിട്ട് ഞാൻ എന്താക്കി മാറ്റണം? ഒരു ട്രീ ആക്കി മാറ്റണം. ഇവിടെ പറയുന്നുണ്ടല്ലേ എന്താണ്? ജി കണ്ടെയ്ൻസ് നോ സൈക്കിൾ, ജി ഇറ്റ് സെൽഫ് എ ട്രീ ആണെങ്കിൽ അതിനെ എനിക്ക് എന്തെന്ന് പറയാം? ഒരു സ്പാനിങ് ട്രീ ആണെന്ന് പറയാം. അപ്പം നമ്മുടെ ഫസ്റ്റ് കേസ് എന്തായിരുന്നു? നോ സൈക്കിൾ അല്ലേ. സൈക്കിൾ ഇല്ല എങ്കിൽ എനിക്ക് എന്ത് പറയാം? ജി ഇസ് എ സ്പാനിങ് ട്രീ എന്ന് എനിക്ക് പറയാം. ഇപ്പോൾ സൈക്കിൾ ഉണ്ടെങ്കിലോ, ഈ ഒരു കണ്ടീഷൻ ഞാൻ ഇനി നോക്കാൻ പോകുന്നത്. ഇപ്പോൾ സൈക്കിൾ ഉണ്ടെങ്കിലോ, അപ്പോൾ ഇപ്പോൾ ഞാൻ എടുക്കുകയാണ്, ഇഫ് ജി കണ്ടെയ്ൻ സൈക്കിൾ, സി എന്ന് പറയുന്ന ഒരു സൈക്കിൾ ജിയിലുണ്ടെങ്കിൽ എങ്ങനെയാകും എൻ്റെ പ്രൂഫ് എന്ന് നോക്കാം. ഇപ്പോൾ അതെ നോക്കിക്കേ, ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഞാൻ എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് തിയറത്തിലേക്ക് പോകട്ടോ. അപ്പോൾ ഇതൊരു സൈക്കിളാണ്. ഞാൻ എന്തോ ചെയ്യേണ്ടത്? എനിക്ക് ഈ നമ്മുടെ സ്പാനിങ് ട്രീയുടെ കണ്ടീഷൻ എന്താണ്? കണക്റ്റഡ് ആയിരിക്കണം, സൈക്കിൾ കാണാൻ പാടില്ല. അപ്പോൾ സൈക്കിൾ ഉണ്ടെങ്കിൽ ഇത് ഞാൻ സൈക്കിൾ റിമൂവ് ചെയ്ത് അതിനെ എന്താക്കി മാറ്റണം? ഒരു സ്പാനിങ് ട്രീ ആക്കി മാറ്റണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഗ്രാഫിൽ നിന്ന് താണ്ട് E5 എന്ന് പറയുന്ന എഡ്ജിനെ ഞാൻ റിമൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ G മൈനസ് E5, ജി എന്ന് പറയുന്ന ഗ്രാഫിൽ നിന്ന് E5 റിമൂവ് ചെയ്താൽ പിന്നെ എങ്ങനെ വരും? ഇവിടെ V1 വരുമല്ലേ. ഞാൻ ആദ്യം വെർട്ടെക്സ് എല്ലാം ഇങ്ങനെ മാർക്ക് ചെയ്യുവാണ്. V2, ഇവിടെ എൻ്റെ V3, ഇവിടെ എൻ്റെ V4, ഇവിടെ എൻ്റെ V5 ഉണ്ടല്ലേ. ഇവിടെ E5 ഞാൻ റിമൂവ് ചെയ്തു. പിന്നെ ബാക്കി എന്തുണ്ട്? ഇവിടെ V1 ഉണ്ട്, ഇങ്ങനെ ഉണ്ട്. ഈ V5 V4 തമ്മിൽ കണക്ഷൻ ഉണ്ട്. V4 V3 ഇങ്ങനെ വരുമല്ലേ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ, ഇതായിരിക്കും ഇപ്പം എൻ്റെ ഗ്രാഫിൻ്റെ അവസ്ഥ അല്ലേ. ഇനി ഞാൻ നോക്കുക, ഇതൊരു സ്പാനിങ് ട്രീ ആണോ? ഇതിലും സൈക്കിൾസിൻ്റെ പ്രസൻസ് ഉണ്ടല്ലോ. അതായത് ഇവിടെയൊക്കെ സൈക്കിൾസ് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ സൈക്കിൾസിനെ റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ ഇനി ഞാൻ റിമൂവ് ചെയ്യാൻ പോകുന്നത് നോക്കിക്കേ, ഞാൻ എന്തേ E2 റിമൂവ് ചെയ്യും. അതായത് ഈ ഒരു വെർട്ടെക്സ് ഞാൻ റിമൂവ് ചെയ്യാൻ പോകും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരുമോ നോക്കിക്കേ. അപ്പം എനിക്കിവിടെ V1 വരും, ഇവിടെ എൻ്റെ V2 കാണും, ഇത് V1, ഇത് V2, ഇവിടെ എൻ്റെ V3 കാണും, ഇവിടെ എൻ്റെ V4 കാണും, ഇവിടെ എൻ്റെ V5 കാണും. V4ഉം V5ഉം തമ്മിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. V4ഉം V1ഉം തമ്മിലുണ്ട്, V1ഉം V2 തമ്മിലുണ്ട്. ഈ V3 V2 എന്ന് പറയുന്ന എഡ്ജാണ് ഞാനിപ്പോൾ റിമൂവ് ചെയ്ത് കളഞ്ഞേക്കുന്നത്. പിന്നെ ബാക്കി എന്തൊക്കെയുണ്ട്? ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കണക്ഷനുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെയുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെയുണ്ട്. നോക്കിക്കേ, ഇപ്പോഴും എന്താണ്? ഇപ്പം ഞാൻ ഇതിൽ നിന്ന് എന്താണ് മൈനസ് ചെയ്തത്? G മൈനസ് E2, ഇതെൻ്റെ E2 എന്ന് പറയുന്ന എഡ്ജാണ്. അപ്പോൾ E2 എന്ന് പറയുന്ന എഡ്ജ് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടിയ ഗ്രാഫ് ഇതാണ്. ഇനി ഇതിൽ സൈക്കിൾസ് ഉണ്ടോ നോക്കിയാണ് മക്കളെ. ഇനി ഇതിലും സൈക്കിൾസ് ഉണ്ടല്ലേ. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് ഞാൻ ഇനി എന്തോ മാറ്റണം. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് നോക്കിക്കേ, ഈ ഗ്രാഫ് നോക്ക്. ഇതിൽ നിന്ന് ഞാൻ E6നെ ഞാനങ്ങ് റിമൂവ് ചെയ്യാം. അപ്പം G മൈനസ് E6 ചെയ്യാൻ പോവാം. E6 എന്ന് പറയുമ്പോൾ ഏതാണ്? ഇതിനെ അങ്ങനെ റിമൂവ് ചെയ്യാൻ പോകും. അപ്പോൾ നോക്കിക്കേ, ഇവിടെ V5 ഉണ്ട്, പിന്നെ ഇവിടെ V1 ഉണ്ടല്ലേ. ഇവിടെ V1, ഇവിടെ V2, ഇവിടെ V3, ഇവിടെ V4. സ്പാനിങ് ട്രീ ചെയ്യുമ്പോൾ എല്ലാ വെർട്ടെക്സ് വേണം, എഡ്ജസ് എല്ലാം വരണമെന്നില്ല. പക്ഷേ അതെന്തായിരിക്കണം? കണക്റ്റഡ് ആയിരിക്കണം, സൈക്കിൾസ് കാണാൻ പാടില്ല. അപ്പോൾ V5 V4 തമ്മിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ V4ഉം V1ഉം തമ്മിലുള്ള എഡ്ജാണ് എന്ത്? E6 എന്ന് പറയാം. അത് ഞാൻ റിമൂവ് ചെയ്യുക. പിന്നെ ബാക്കി ഇതേ ഇങ്ങനെ വരുമല്ലേ. പിന്നെ ഇവിടുന്ന് ഇങ്ങനെയുണ്ട്, ഇവിടുന്ന് ഇങ്ങനെയുണ്ട്, ഇത് കണക്ട് ചെയ്ത് ഇങ്ങനെ ഉണ്ടല്ലേ. ഓക്കെ, അപ്പം ഇതായിരിക്കും എനിക്ക് കിട്ടുന്നത്. ഇനി ഇതിൽ നോക്കിക്കേ, ഇപ്പോഴും എന്തുണ്ട്? ഇതിൽ സൈക്കിളുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു സൈക്കിൾ ഉണ്ടല്ലേ. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യണം? എഡ്ജിനെ റിമൂവ് ചെയ്യണം. ഇനി ഞാൻ ഇവിടെ നിന്ന് എന്ത് റിമൂവ് ചെയ്യാം? എനിക്ക് ഇഷ്ടമുള്ള റിമൂവ് ചെയ്യാം കേട്ടോ, പക്ഷേ വെർട്ടെക്സ് എല്ലാം അവിടെ കാണണം. ഇനി ഞാൻ E7 റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ E7 എന്ന് പറയുമ്പോൾ എന്താണ്? V1ഉം V3യും കൂടെ കണക്ട് ചെയ്തേക്കുന്നതല്ലേ E7. ഓക്കെ, അപ്പോൾ V1ഉം V3യും കണ്ടിട്ട് ഈ ഒരു എഡ്ജ് ഞാൻ റിമൂവ് ചെയ്യാം. അതിനെ ഇങ്ങോട്ട് വരയ്ക്കാവേ. അപ്പം എങ്ങനെ വരും?
ഇവിടെ എൻ്റെ V1 ഉണ്ട്, ഇവിടെ എൻ്റെ V2 ഉണ്ട്, പിന്നെ ഇവിടെ എൻ്റെ V5 ഉണ്ട്, ഇവിടെ V4 ഉണ്ട്, ഇവിടെ V3 ഉണ്ട്. അപ്പോൾ V4ൽ നിന്ന് V5ലേക്ക് കണക്ഷൻ ഉണ്ട്, അത് ഞാൻ ഇങ്ങനെ കൊടുത്തു. പിന്നെ V4ഉം V2 തമ്മിലുണ്ടല്ലേ, V4ഉം V2 തമ്മിലുള്ള ഞാൻ ഇങ്ങനെ കൊടുത്തു. പിന്നെ എനിക്കിപ്പോൾ റിമൂവ് ചെയ്യേണ്ടത് V1ഉം V3, അപ്പോൾ അത് നമ്മൾ ഞാൻ ഒന്നും ചെയ്യണ്ട. പിന്നെ V4ഉം V3യും തമ്മിലുണ്ട്, V4ഉം V3യും തമ്മിൽ ഇങ്ങനെ ഉണ്ട്. പിന്നെ V1ഉം V2 തമ്മിലുണ്ടല്ലേ. ഇത് നോക്കിക്കേ, ഇതൊരു കണക്റ്റഡ് ഗ്രാഫാണ്. അതേപോലെ ഇവിടെ എന്താണ്, സൈക്കിൾസ് ഒന്നുമില്ല. അപ്പോൾ ഇതിനെ എനിക്ക് എന്തെന്ന് പറയാം, സ്പാനിങ് ട്രീ എന്ന് പറയാം. അതായത് ഒരു ഗ്രാഫിൽ നിന്ന് അതിൽ ഓരോ എഡ്ജസ് മാറ്റി 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 ഞാൻ എന്തിലേക്ക് വന്നു, ലാസ്റ്റ് ഒരു സ്പാനിങ് ട്രീയിലേക്ക് വന്നു. അപ്പോൾ ഇതിൽ നിന്ന് എന്തോ മനസ്സിലായി, ഒരു ഗ്രാഫിന് എന്താണ് അറ്റ്ലീസ്റ്റ് ഒരു സ്പാനിങ് ട്രീ എങ്കിലും ഉണ്ടാവും എന്ന് മനസ്സിലായില്ലേ. ആ ഒരു ഗ്രാഫുണ്ട്, ഈ ഗ്രാഫിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്ത് വന്ന് എനിക്ക് ലാസ്റ്റ് കിട്ടിയത് ഒരു സ്പാനിങ് ട്രീയാണ്. അപ്പോൾ ഏതൊരു ഗ്രാഫ് എടുത്താലും അതിന് അറ്റ്ലീസ്റ്റ് ഒരു സ്പാനിങ് ട്രീ എങ്കിലും കാണും, ഒന്നിൽ കൂടുതലോ സ്പാനിങ് ട്രീസ് കാണും കേട്ടോ. അതാണ് ഞാൻ ഈ തിയറത്തിൽ പറയുന്നത്. ഈവൻ ബി ആൻ എഡ്ജ് ഓഫ് ദ സൈക്കിൾ റിമൂവ് ഈവൻ ഫ്രം ജി എന്ന് പറയുന്ന ഗ്രാഫിൽ നിന്ന് ഞാനൊരു എഡ്ജിനെ റിമൂവ് ചെയ്താൽ, ഈവൻ തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള എഡ്ജ് ഞാൻ കോമൺ ആയിട്ട് ഈവൺ എന്ന് കൊടുത്തിട്ടേ ഉള്ളൂ. ഇപ്പം G - E1 സൈക്കിൾസ് ഒന്നും ഇല്ലെങ്കിൽ, ഇപ്പം ഞാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ഗ്രാഫിൽ ഓക്കെ, അപ്പം ഈ ഗ്രാഫിൽ നിന്ന് ഞാനൊരു എഡ്ജ് റിമൂവ് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് റിമൂവ് ചെയ്ത് കളഞ്ഞപ്പോൾ അവിടെ സൈക്കിൾസ് ഒന്നും ഇല്ലെങ്കിൽ അതിനെ എനിക്ക് സ്പാനിങ് ട്രീ എന്ന് പറയാം. ഇപ്പോൾ അതിൽ സൈക്കിൾസ് ഉണ്ടെങ്കിലോ, ഇഫ് G1 കണ്ടെയ്ൻ സൈക്കിൾ ആണെങ്കിൽ അടുത്ത എഡ്ജ് ഞാൻ എടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും, ആ എഡ്ജിനെ റിമൂവ് ചെയ്യും. അതിൽ സൈക്കിൾസ് ഇല്ല എങ്കിൽ അത് സ്പാനിങ് ട്രീ ആണ്. സൈക്കിൾസ് ഉണ്ടെങ്കിലോ നമ്മൾ അടുത്തതെടുക്കും. അങ്ങനെ ഈ പ്രോസസ്സ് എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എല്ലാ സൈക്കിൾസും റിമൂവ് ആവുന്നത് വരെ ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. കാരണം എന്താ, G എന്ന് പറയുന്നത് ഫൈനൈറ്റ്, നമ്മുടെ ഗ്രാഫ് ഫൈനൈറ്റാണ്. അതുകൊണ്ട് നമുക്ക് എന്താണ്, ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ സൈക്കിൾസും റിമൂവ് ആവുമെന്നറിയാം. അപ്പോൾ ഗ്രാഫ് ദി പ്രോസസ് ടെർമിനേറ്റ്സ് ആഫ്റ്റർ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ്, ദെൻ വി ഗെറ്റ് എ സബ് ഗ്രാഫ് T of G വിച്ച് ഹാസ് നോ സൈക്കിൾ. അതായത് ഒരു സ്പാനിങ് ട്രീ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ തീരത്തിൽ 2 കണ്ടീഷനാണുള്ളത്. എന്തൊക്കെയാണ്, ഒന്നെങ്കിൽ നോ സൈക്കിൾസും പിന്നെ സൈക്കിൾസും. നോ സൈക്കിൾസ് ആണെങ്കിൽ അതെന്തായിരിക്കും, ഒരു സ്പാനിങ് ട്രീ ആയിരിക്കും. നമുക്ക് ഡയറക്റ്റ് പറയാം. ഇപ്പോൾ Gയിൽ സൈക്കിൾസ് ഉണ്ടെങ്കിൽ ആദ്യം ഞാൻ എന്താണ്ട് ഇതിൽ നിന്ന് ഒരു എഡ്ജ്, ഏതെങ്കിലും ഒരു എഡ്ജിനെ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ സൈക്കിൾസ് ഇല്ല എങ്കിൽ അതൊരു സ്പാനിങ് ട്രീ ആണ്. അതിൽ സൈക്കിൾസ് ഉണ്ടെങ്കിലോ ഞാൻ അടുത്ത എഡ്ജ് റിമൂവ് ചെയ്യണം. അപ്പോഴും അതിൽ സൈക്കിൾസ് ഇല്ല എങ്കിൽ അതെന്താണ്, സ്പാനിങ് ട്രീ ആണ്. സൈക്കിൾസ് ഉണ്ടെങ്കിലോ നമ്മൾ അടുത്ത എഡ്ജ് റിമൂവ് ചെയ്യും. അങ്ങനെ ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്. അപ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് എനിക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ റിമൂവ് ചെയ്ത് ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് എല്ലാ സൈക്കിൾസും പോകും അല്ലേ. ഇപ്പം നോക്കിക്കേ, ഇവിടെ നോക്കിയേ 1 2 3 4 4th സ്റ്റെപ്പിലാണ് എനിക്ക് മൊത്തം ക്ലിയർ ആയി കിട്ടിയതല്ലേ എല്ലാ സൈക്കിൾസും. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇതിലൊരു സ്പാനിങ് ട്രീ ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ തിയറം പറയുന്നത് എന്താണ്, എവറി കണക്റ്റഡ് ഗ്രാഫ് G ഹാസ് അറ്റ്ലീസ്റ്റ് 1 സ്പാനിങ് ട്രീ. ഒരു സ്പാനിങ് ട്രീ എങ്കിലും മിനിമം കാണുമെന്നല്ലേ പറയുന്നത്. ഒരു സ്പാനിങ് ട്രീ നമുക്ക് കിട്ടിയല്ലോ. ഒന്നാവാം, ഒന്നിൽ കൂടുതലാവും, അറ്റ്ലീസ്റ്റ് 1 വേണമെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ തിയറം. ലാസ്റ്റ് പറയാം, ദസ് T എന്ന് പറയുന്നത് എന്താണ്, ഒരു കണക്റ്റഡ് സബ് ഗ്രാഫാണ്. അതിൽ എന്താണ്, സൈക്കിൾസ് ഇല്ല, ഹെൻസ് ഇറ്റ് ഈസ് എന്താണ്, എനിക്കൊരു സ്പാനിങ് ട്രീ ആണ്. സൈക്കിൾസ് ഇല്ലെങ്കിൽ എനിക്ക് സ്പാനിങ് ട്രീ എന്ന് പറയാം. അപ്പോൾ എന്താണ്, എവറി കണക്റ്റഡ് ഗ്രാഫ് G ഹാസ് എ സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിർത്താം. അടുത്ത നോക്കിക്കേ, ബ്രാഞ്ചസ് ആൻഡ് കോഡ്സ് ഓഫ് എ ട്രീ. ബ്രാഞ്ചസ് ആൻഡ് കോഡ്സ് ഓഫ് എ ട്രീ എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ എന്താണ് എടുക്കുന്നത്, T എന്ന് പറയുന്ന ഒരു സ്പാനിങ് ട്രീ ആണ് എടുക്കുന്നത്. ഈ സ്പാനിങ് ട്രീയിൽ ഈ ഓരോ എഡ്ജിനെയാണ് എന്തെന്ന് പറയുന്നത്, ബ്രാഞ്ച് എന്ന് പറയുന്നത്. ബ്രാഞ്ച് ഓഫ് T എന്ന് പറയുന്നത് എന്താണ്, ഈ സ്പാനിങ് ട്രീയിലെ ഓരോ എഡ്ജാണ്. പിന്നെ കോഡ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഈ സ്പാനിങ് ട്രീയിൽ വന്ന എഡ്ജസ് ഏതൊക്കെയാടാ, E6 E2 E7 E5 അല്ലേ. ഇത് കൂടാതെ ഈ ഗ്രാഫിലുള്ള വേറെ എഡ്ജസ് ഇല്ലേ, അതായിരിക്കും ഇവിടുത്തെ കോഡ്സ്. അതായത് സ്പാനിങ് ട്രീയിൽ വരാത്ത എഡ്ജസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഗ്രാഫ് എടുക്കുമ്പം ഇതിൻ്റെ ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, ഈ ഗ്രാഫിൽ സ്പാനിങ് ട്രീയിൽ വന്നിട്ടുള്ള എഡ്ജസ് ഏതൊക്കെയാണ്, E2 ഉണ്ട്, E5 E6 E7 അല്ലേ. ഇനി ഞാൻ കോഡ്സ് എടുക്കുമ്പം ഇതിൽ വരാത്തത് ഏതൊക്കെയാണ്, E1 ആണ്. ഇതാണ് എൻ്റെ മെയിൻ ഗ്രാഫ് T. ഇതെന്താണ്, ഒരു സബ് ഗ്രാഫ് T1 എന്നെല്ലാം വിളിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഇവിടുത്തെ കോഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. E1 വരുമല്ലേ, E1
E3 E4 E8 വരുമല്ലേ. പിന്നെ ഒരു എഡ്ജും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് E8 ആണ്. ഓക്കെ, അപ്പം E1 E3 E4 E8 ആണ് ഇവിടുത്തെ കോഡ്സ്. പിന്നെ ഇതിൽ നിന്ന് തന്നെ വേണമെങ്കിൽ എന്ത് ചോദിക്കാം, റാങ്കും നള്ളിറ്റിയും ചോദിക്കാം. റാങ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ? റാങ്ക് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചസ് എത്ര ഉണ്ടെന്ന് നോക്കിയാൽ മതി. നമ്പർ ഓഫ് ബ്രാഞ്ചസ് ആണ് എന്ത്? റാങ്ക് ഈക്വൽ ടു നമ്പർ ഓഫ് ബ്രാഞ്ചസ് കേട്ടോ. നമ്പർ ഓഫ് ബ്രാഞ്ചസ്. ഇവിടെ എത്ര ബ്രാഞ്ചസ് ഉണ്ട്? 1 2 3 4 അല്ലേ. അപ്പോൾ റാങ്ക് ഓഫ് ജി അല്ലെങ്കിൽ റാങ്ക് ഓഫ് ഈ ഗ്രാഫിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ആയിരിക്കും. പിന്നെ ഒരു ടേമാണ് നള്ളിറ്റി. നള്ളിറ്റി നള്ളിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് നള്ളിറ്റി എന്ന് പറയുമ്പം നമ്പർ ഓഫ് കോഡ്സ്. നമ്പർ ഓഫ് കോഡ്സ്. ഇവിടെ എത്ര കോഡ്സ് ഉണ്ട്? ഇവിടെ 4 ഉണ്ടല്ലേ. അപ്പം നള്ളിറ്റി എന്ന് പറയുന്നത് എന്താണടാ? 4 ആണ്. അപ്പം ഒരു സ്പാനിങ് ട്രീയിലെ നമ്പർ ഓഫ് ബ്രാഞ്ചസിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? റാങ്ക് എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യും. റാങ്ക് ഓഫ് ജി എന്ന് പറഞ്ഞാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. റാങ്ക് ഓഫ് ജി എന്ന് പറഞ്ഞിങ്ങനെ ചോദിക്കാം. റാങ്ക് ഓഫ് ജി ഈക്വൽ ടു 4. ജിക്ക് എന്താണ്? നള്ളിറ്റി ഓഫ് ജി എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പം നള്ളിറ്റി ഓഫ് ജി എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. അപ്പോൾ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. അതായത് n വെർട്ടീസസും ഈ എഡ്ജസും ഉള്ള ഒരു ഗ്രാഫിന് n-1 ബ്രാഞ്ചും E-1 n+1 കോഡ്സും ഉണ്ടെന്ന് കാണിക്കണം. ഇത് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൂഫ് നോക്കാം. പിന്നെ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിക്കാം. ഇങ്ങനെ ഷോ ദാറ്റ് എവറി ഗ്രാഫ് വിത്ത് n വെർട്ടീസസ് ആൻഡ് ഈ എഡ്ജസിന് n-1 റാങ്കും E-n+1 നള്ളിറ്റിയും ഉണ്ടെന്ന് പറഞ്ഞു ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ ചോദിച്ചാലും ക്വസ്റ്റ്യൻ സെയിം ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കേണ്ട ചെറിയൊരു പ്രൂഫ് ആട്ടോ. അപ്പം നമുക്കിതിൽ നിന്ന് എഴുതാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇതിൽ പറയുന്നുണ്ട് ഗ്രാഫ് വിത്ത് n വെർട്ടീസസ് ആണ്, ഈ എഡ്ജസ് ആണ്. അപ്പം അതാണ് ഞാൻ ഇവിടെ പറയുന്നത്. ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫ്, അതിന് n വെർട്ടീസസ് ഉണ്ട്, ഈ എഡ്ജസ് ഉണ്ട്. ആ ഒരു ഗ്രാഫിൽ നിന്ന് ഞാനൊരു ട്രീ എടുക്കാം. ഏത് ട്രീ? അത് സ്പാനിങ് ട്രീ അല്ലേ. നമ്മളിവിടെ സ്പാനിങ് ട്രീനെ കുറിച്ചല്ലേ പഠിക്കുന്നത്. അപ്പോൾ ടി എന്ന് പറയുന്നൊരു സ്പാനിങ് ട്രീ എടുത്തു. ഒരു ട്രീ ആകുമ്പോൾ നമുക്കറിയാം n എഡ്ജസ് ആണെങ്കിൽ അവിടെ n വെർട്ടീസസ് ഉള്ളൊരു ട്രീ ആണെങ്കിൽ അവിടെ n-1 ആയിരിക്കും അവിടുത്തെ എഡ്ജസ് അല്ലേ. അപ്പോൾ അത് ഞാൻ പറയാം. വി നോ ദാറ്റ് എ ട്രീ വിത്ത് n വെർട്ടീസസിന് എത്ര എഡ്ജസ് ഉണ്ടെന്ന് പറയുകയാണ്? n-1 എഡ്ജസ് ഉണ്ടെന്ന് പറയുകയാണ്. എഡ്ജ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്പാനിങ് ട്രീയിലെ എഡ്ജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്രാഞ്ച് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ജനറലി ഇങ്ങനെ പറയാം, ടി ഹാസ് n-1 ബ്രാഞ്ചസ്. എന്തുകൊണ്ടാണ് ഈ എഡ്ജിനെ ഞാൻ ബ്രാഞ്ച് എന്ന് വിളിച്ചത്? നമ്മുടെ ഡെഫിനേഷൻ അനുസരിച്ച് ഒരു സ്പാനിങ് ട്രീയിലെ എഡ്ജിനെ എനിക്ക് എന്തെന്ന് വിളിക്കാം? ബ്രാഞ്ച് എന്ന് വിളിക്കാം. അപ്പോൾ ടി എന്ന് പറയുന്ന ഗ്രാഫിന് n-1 ടി എന്ന് പറയുന്ന ട്രീക്ക് n-1 ബ്രാഞ്ചസ് ഉണ്ടെന്ന് കിട്ടി. അതല്ലേ എനിക്കിവിടെ വേണ്ടത്. ആദ്യം എനിക്ക് വേണ്ടത് n-1 ബ്രാഞ്ചസ് ഉണ്ടെന്ന്, അതെനിക്ക് കിട്ടിയില്ലേ. ഇനി നമ്പർ ഓഫ് കോഡ്സ് ഇൻ ടി എന്ന് പറയുന്ന ഒരു ഗ്രാഫിലെ കോഡ്സ് കണ്ടുപിടിക്കണമെങ്കിൽ കോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ തൽക്കാലം വേണ്ടേ ഈ ഒരു ഗ്രാഫ് നോക്കിക്കേ. ഇതാണ് നമ്മുടെ മെയിൻ ഗ്രാഫ് അല്ലേ. ഇതിൽ നിന്ന് ഞാനൊരു സ്പാനിങ് ട്രീ എടുത്തു. ഓക്കെ, ഇവിടാണ് പറയുന്നത്, ഇതാണ് ഇതിലും പറയുന്നത്. ഇപ്പം ജി എന്ന് പറയുന്നൊരു ഗ്രാഫ് n വെർട്ടീസസും അവിടെ ഈ എഡ്ജസ് ഉള്ള ഈ ഗ്രാഫിൽ നിന്ന് ഞാൻ എന്തെടുത്തു? ടി എന്ന് പറയുന്ന ഒരു സ്പാനിങ് ട്രീ എടുത്തു. ഇതിലെ എഡ്ജസിനെ എനിക്ക് എന്തെന്ന് വിളിക്കാം? ബ്രാഞ്ചസ് എന്ന് വിളിക്കാം. നോർമലി എഡ്ജസ് എത്ര ആയിരിക്കും? n വെർട്ടീസസ് ഉണ്ടെങ്കിൽ അവിടെ n-1 എഡ്ജസ് ആയിരിക്കും അല്ലേ. നോക്കിക്കേ, 1 2 3 4 5 5 വെർട്ടീസസ് ഉണ്ട് ഇവിടെ. എഡ്ജസ് 1 2 3 4 അതിലൊന്ന് കുറഞ്ഞിട്ടല്ലേ ഉള്ളത്. അപ്പോൾ ആ n-1 എഡ്ജിനെ എനിക്ക് എന്ത് വിളിക്കാം? ബ്രാഞ്ച് എന്ന് വിളിക്കാം. ഇനി കോഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? കോഡ്സ് നമ്മൾ എടുക്കുന്നത് ഈ സ്പാനിങ് ട്രീയിൽ വന്ന ഈ എഡ്ജസ് ഇല്ലേ, ഇത് കൂടാതെ വേറെ ഏതൊക്കെ എഡ്ജസ് ഉണ്ടോ അവരെയാണ് ഞാൻ എന്തെന്ന് പറയുന്നത്? കോഡ്സ് എന്ന് പറയുന്നത്. അപ്പം കോഡ്സിൽ എനിക്ക് എങ്ങനെ എടുക്കാം? ടോട്ടൽ എഡ്ജസ് ഇല്ലേ, അതിൽ നിന്ന് ഈ സ്പാനിങ് ട്രീയിലുള്ള എഡ്ജസിനെ കളഞ്ഞാൽ ബാക്കി ഏതൊക്കെ എഡ്ജ് കിട്ടുന്നോ അതല്ലേ എൻ്റെ കോഡ്സ്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ജി എന്ന് പറയുന്ന ഗ്രാഫിൽ നിന്ന് ഈ ടി എന്ന് പറയുന്ന സ്പാനിങ് ട്രീയിലെ എഡ്ജിനെ സബ്ട്രാക്ട് ചെയ്യുമ്പം കിട്ടുന്നതാണ് കോഡ്സ്. അപ്പം ഇ ഓഫ് ജി ഈ ഗ്രാഫിലെ ടോട്ടൽ എഡ്ജിൽ നിന്ന്, അതാണ് ഇ ഓഫ് ജി, ഈ ഗ്രാഫിൻ്റെ എഡ്ജ്. ആ എഡ്ജിൽ നിന്ന് ഞാൻ സ്പാനിങ് ട്രീയുടെ എഡ്ജ് സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? നമ്പർ ഓഫ് കോഡ്സ് ഇൻ ടി കാണുന്നത്. ഇതിലെ എഡ്ജ് എന്ന് പറയുമ്പോൾ ഇ അല്ലേ, അതായത് ടോട്ടൽ എഡ്ജ് മൈനസ് സ്പാനിങ് ട്രീയിൽ എത്ര എഡ്ജ് ഉണ്ട്? n-1 എഡ്ജ് ഉണ്ടല്ലേ. അപ്പം ഇ മൈനസ് അകത്തും n+1 എന്ന് കിട്ടുമല്ലേ എനിക്ക്.
ഇവിടെ നോക്കിക്കേ, എനിക്ക് അതാണോ വേണ്ടത്? നോക്കിക്കേ, E-n+1 കോഡ്സ്, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് അല്ലേ. ഈ ജി എന്ന് പറയുന്ന ഗ്രാഫിലെ എഡ്ജിൽ നിന്ന് എന്ത് മൈനസ് ചെയ്തു? സ്പാനിങ് ട്രീയുടെ എഡ്ജ് മൈനസ് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടുന്നത് എന്താണ്? E-n+1. അപ്പോൾ അത്രയും നമ്പർ ഓഫ് കോഡ്സ് ടി എന്ന് പറയുന്ന ഗ്രാഫിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്.